പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങളതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം, സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും ഞങ്ങളുടെ യാത്ര ഇങ്ങനെ ജൈത്രയാത്രയായി കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ യാത്രയുടെ ഒരു ലക്ഷ്യം തന്നെ വ്യത്യസ്തനായ അതിഥികളെ തേടിയുള്ള യാത്രയാണ്. വ്യത്യസ്തനായ അതിഥികളെ തേടുമ്പോൾ അവരെ നിങ്ങൾക്കും പരിചയപ്പെടാൻ കഴിയും, ഞങ്ങൾക്കും അവരെക്കുറിച്ച് പഠിക്കാൻ കഴിയും, ഞങ്ങൾക്കും അവരെ കാണാൻ കഴിയും, നിങ്ങൾക്കും അവരെ കാണാൻ കഴിയും. എന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ യാത്ര തുടങ്ങി, അല്ലെങ്കിൽ യാത്രയ്ക്ക് ഞങ്ങൾ തുടക്കമിടുമ്പോൾ തന്നെ നമുക്ക് ആദ്യത്തെ കോൾ വന്നത് തിരുവനന്തപുരം ജില്ലയിൽ കാര്യവട്ടത്തിനടുത്ത് അല്ലെങ്കിൽ അമ്പലത്തിൻകരയ്ക്കടുത്ത് ഒരു വീട്ടിൽ ചേട്ടൻ മണൽ മൂടിയിട്ടുന്ന ഒരു ടാർപ്പാളം ഉയർത്തിയപ്പോൾ ആ ടാർപ്പാളത്തിനകത്ത് ഒരു അതിഥി ഇരിക്കുന്നു. ടാർപ്പാളം ഉയർത്തിയ ഉടനെ ആ ചേട്ടനെ കണ്ട് ഇങ്ങനെ ചേട്ടാ പോ എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു ആണ് ചേട്ടൻ വിളിച്ചത്. എന്തായാലും നമ്മൾ ആ സ്ഥലത്തെത്തി. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടെ വണ്ടി പോകാത്ത നമ്മൾ കുറച്ച് നടക്കേണ്ടതുണ്ട്. നമ്മളെന്തായാലും നടന്നു പോവുകയാണ് അങ്ങോട്ട്. അവിടെ ആരാണ് റെസ്റ്റ് എടുക്കുന്ന അതിഥി, അല്ലെങ്കിൽ ആരാണ് പതിയിരിക്കുന്ന അതിഥി വ്യത്യസ്തനാണോ, അത് നമ്മളെ പ്രേക്ഷകർ കണ്ട് മറന്ന അതിഥിയാണോ നോക്കാം. പോകാം നമുക്ക് നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക്. എന്തായാലും നമ്മൾ ആ പാമ്പിനെ, നമ്മൾ അതിഥി ഇരിക്കുന്നു എന്ന് പറഞ്ഞ് ചേട്ടൻ വിളിച്ച വീട്ടിലെത്തി. അപ്പോൾ ഒരു വീടിൻ്റെ പണിയൊക്കെ നടക്കുന്നതിന് പറമ്പൊക്കെ ഒരു ഇതായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പണിക്ക് വേണ്ടി ഇന്ന് മണലെടുക്കാനായിട്ട് ഇങ്ങനെ ടാർപ്പാളം ഉയർത്തി ഇതിനകത്ത് കണ്ടു എന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് ഒന്ന് ഈ ടാർപ്പാളം ഉയർത്തി നോക്കാം. എന്തായാലും നമ്മുടെ കുഞ്ഞൻ അതിഥി ആ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെയാണ്. അദ്ദേഹം ടാറ്റയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞ് ശരിയാണ്. ആ ടാർപ്പാളത്തിൻ്റെ അടിയിൽ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹത്തെ കുഞ്ഞൻ അതിഥി ഏകദേശം 7 മാസത്തിനടുത്ത് മാത്രം പ്രായം വരുന്ന ഒരു ഫീമെയിൽ പെൺമൂർഖൻ നാഗം അഥവാ സർപ്പം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ. എന്തായാലും നോക്കുക, കുഞ്ഞു പാമ്പ് ഏകദേശം 2 അടിയോളം നീളം വരുന്ന 7 മാസത്തോളം പ്രായം വരുന്ന സ്പെക്ടിക്കിൾ കോബ്ര എന്നറിയപ്പെടുന്ന, നാഗം എന്നറിയപ്പെടുന്ന, സർപ്പം എന്ന് പറയുന്ന അതിഥി തന്നെയാണ്. ഇദ്ദേഹത്തിന് ഞാൻ പറയാറുണ്ട് എപ്പോഴും നമ്മളെന്തായാലും ഈ അതിഥിയെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. അദ്ദേഹത്തിന് നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. അദ്ദേഹത്തിന് നമ്മൾ ബോട്ടിലാക്കി അടുത്ത സ്ഥലത്തേക്ക് കാരണം നമ്മുടെ പ്രേക്ഷകർ ഇതുപോലത്തെ കുഞ്ഞൻ അതിഥിമാർ ഒരുപാട് കണ്ടതാണ്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിന് അധികം ശല്യപ്പെടുത്തുന്നില്ല. ഇദ്ദേഹത്തിന് നമ്മൾ ഒരു ചെറിയ ബോട്ടിലാക്കി ഈ സ്ഥലത്ത് നിന്ന് ഇവരോട് യാത്ര പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് യാത്രയാണ്. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ അടുത്ത യാത്ര, അടുത്ത അതിഥിയെ തേടിയുള്ള യാത്ര എത്തി നിൽക്കുന്നത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് കൊല്ലത്തേക്ക് പോകുന്ന, ഇടത്തോട്ട് തിരിഞ്ഞ് കൊല്ലത്തേക്ക് പോകുന്ന വഴിയിൽ എഴുകോൺ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വീണ്ടും റൈറ്റിലേക്ക് തിരിഞ്ഞ് വീണ്ടും കുറച്ചുകൂടെ ഉള്ളിലേക്ക് വരുമ്പോൾ അടുത്ത ജംഗ്ഷൻ്റെ പേരെന്താണ് കേട്ടോ? നമ്മൾ തിരിഞ്ഞ ജംഗ്ഷൻ്റെ പേര്, ഇപ്പോൾ തിരിഞ്ഞ ജംഗ്ഷൻ്റെ പേര് കാടുമുക്ക് എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ നിന്ന് വീണ്ടും ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് അങ്ങനെ നമ്മൾ സാധാരണക്കാരായ നമ്മുടെ എൻ്റെ പ്രിയ സഹോദരന്മാരും താമസിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഇവിടെ ഒരു വ്യത്യസ്തനായ അതിഥിയെ കണ്ടുവെന്നാണ് അവർ പറയുന്നത്. അത് ഇപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് വീട്ടിൽ നിന്ന് ഞങ്ങൾ സ്നേക്ക് മാസ്റ്റർ ടീം ഞാനുമായിട്ട് കാട്ടിലേക്ക് പോകാനായി നമ്മുടെ അതിഥികളെ തുറന്നു വിടാനായിട്ട് തിരിച്ചുടനെയാണ് അവർ വിളിക്കുന്നത്. ഇവരെ വീട്ടിൽ കോഴി വളർത്തുന്ന ഒരു ചെറിയ കുഞ്ഞു കൂട്ടിനകത്ത് ഒരു അതിഥി വന്നപ്പെട്ടു. ആ അതിഥി എന്ന് പറഞ്ഞാൽ വ്യത്യസ്തനായ അതിഥിയാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് ഇതുവരെ ഞങ്ങളുടെ ടീമിന് യാത്ര ചെയ്ത് പിടികൂടാൻ പകർത്താൻ കഴിയാത്ത ഒരാളാണ്. പക്ഷേ ഞാൻ 11 ഇവർ പറഞ്ഞ അതിഥികളെ ഞാൻ 11 വരെ പിടികൂടി കാട്ടിലേക്ക് വിട്ടു. ഇതെനിക്ക് കിട്ടുകയാണെങ്കിൽ, ഇത് പിടിക്കാൻ കഴിയുകയാണെങ്കിൽ, ഇതിനെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുകയാണെങ്കിൽ ഇത് 12ാമത്തെ അതിഥിയാണ്. പക്ഷേ ഇതിലൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ ഇദ്ദേഹത്തിന് പിടികൂടി കഴിഞ്ഞാൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ മാത്രമേ ഇദ്ദേഹം കൂട്ടിക്കിടക്കുന്നുള്ളൂ. നമ്മൾ ഇന്ന് ഈ പോകുന്ന യാത്ര കാട്ടിലേക്ക് നമുക്ക് ഒരുപാട് വ്യത്യസ്തരായ ഒരുപാട് അതിഥികളെ തുറന്നു വിടാനുള്ള ഒരു യാത്രയാണ് നമ്മളിപ്പോൾ തിരിച്ചത് തന്നെ. എന്തായാലും അതിന് മധ്യത്തിൽ നമ്മൾ ഈ അതിഥി ഇരിക്കുന്ന വീട്ടിലേക്ക് എത്തുകയാണ്. ആ വീട് ഈ തൊട്ട് താഴത്തെ വീടാണെന്ന്. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല, നമുക്ക് പോകാം നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക്.
എന്തായാലും നമ്മൾ നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തെത്തി. ഇത് കോഴിക്കൂട്ടിലല്ല, കാരണം ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ വീട്ടിൽ ഇദ്ദേഹത്തിന് ഒരു കൂലിപ്പണിക്കനായ മനുഷ്യൻ്റെ വീട്ടിൽ ഇത് ഈ ചേട്ടൻ്റെ വീട്ടിൽ ഒരു 10-15 കോഴിയുണ്ടായിരുന്നു. അപ്പോൾ ഡെയിലി ഇങ്ങനെ ഓരോ കോഴികൾ നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് തോന്നി എന്തായാലും കാട്ടുപൂച്ചയാണെന്ന് ഇദ്ദേഹം കണ്ടു. വള്ളിപ്പൂച്ച എന്ന് പറഞ്ഞാൽ വള്ളിപ്പുലി എന്നൊക്കെ നമ്മൾ പൂർവ്വികർ പറയുന്നതിലും പൂച്ച തന്നെയാണ്. പുലി എന്ന് പറഞ്ഞാൽ സിംഹം എന്ന് പറഞ്ഞാൽ എല്ലാം പൂച്ചവർക്കം തന്നെയാണ്. ആ അതിഥി വള്ളിപ്പൂച്ച എന്നറിയപ്പെടുന്ന അതിഥി ഡെയിലി വന്ന് ഓരോ കോഴിയെ തിന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ 25 കോഴി തിന്നപ്പോൾ പൂച്ച അങ്ങ് വണ്ണം വെച്ചു. അപ്പോൾ എന്തായാലും അദ്ദേഹം ബുദ്ധിപൂർവ്വം ഈ മരപ്പട്ടിയൊക്കെ പിടിക്കാൻ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ചൊരപ്പനയിലെ പിടിക്കാനായി ഉപയോഗിക്കുന്ന എലിപ്പത്തായം പോലൊരു കൂടുണ്ടാക്കിയിട്ട് ആ കൂടിനകത്ത് 2 അറയാക്കി, ഒരറയ്ക്കകത്ത് കോഴിയും വെച്ച് മറ്റേ അറയ്ക്കകത്ത് ഉടക്ക് വെച്ചിട്ടു. അപ്പോൾ അദ്ദേഹം എന്തായാലും ആ കൂട്ടിൽ വന്ന് അകപ്പെട്ടു. ആ കൂടാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും അദ്ദേഹം സേഫായിട്ട് അതിനെ മൂടി. ചേട്ടാ ഒരു പലം കിടപ്പുണ്ടായിരുന്നു, പലം എന്തെങ്കിലും കിടപ്പുണ്ട്, ചെറിയ പലം എന്തെങ്കിലും ഇതിൻ്റെ പുറത്തുനിന്ന് ഇരിക്കാൻ വേണ്ടി. ഇത്തിരി നീളം വേണം ചേട്ടാ, ഇതിൻ്റെ പുറത്ത് വയ്ക്കും. ഇത് നമ്മൾ മാറ്റണം. അപ്പോൾ അഥവാ തള്ളി വല പൊളിച്ച് പോകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അദ്ദേഹം കൂട് കൊണ്ട് വെച്ച് നെറ്റൊക്കെ പ്ലാസ്റ്റിക് വലയൊക്കെ ഇട്ടിരിക്കും. പക്ഷേ ഈ വലയൊക്കെ അത് കടിച്ചെടുത്ത് പോകും. എന്തായാലും നമ്മൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ അതിഥി ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. എന്തായാലും നമ്മൾ ഈ പല വെച്ചത് മറക്കുകയാണ്. കാരണം ഇദ്ദേഹം കിടക്കുന്ന നെറ്റുകളൊന്നും ബലമുള്ളതല്ല. അപ്പോൾ അത് മിക്കവാറും ചാടിപ്പോകാൻ സാധ്യതയുണ്ട്. നെറ്റ് കാലുകൊണ്ട് തട്ടുമ്പോൾ നല്ല പ്രഷറാണ്. അപ്പോൾ അദ്ദേഹം നമ്മളെ പുലിയൊക്കെ നമ്മൾ കണ്ടില്ല, പുലിയൊക്കെ വേട്ടയാടുമ്പോൾ ആ സാധനത്തിന് ഭക്ഷണത്തെ വലിച്ചുകൊണ്ട് പോകുന്നു. അതുപോലെ നല്ല ആരോഗ്യമുള്ള കൈയുമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇദ്ദേഹത്തിനെ സേഫായിട്ട് നമ്മൾ കൊണ്ടുവന്ന കൂട് ശരിയല്ല. അപ്പോൾ നമ്മൾ മറ്റൊരു കൂട് സജ്ജീകരിക്കാനായിട്ട് സാധനം വാങ്ങാണ്ട് പോയിട്ടേ ഉള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾ ഇദ്ദേഹത്തിനെ സേഫായിട്ട് വെച്ച് കാത്തിരിക്കണം. അപ്പോൾ എന്തായാലും ഇപ്പോൾ മൂടി വെച്ച് ഇപ്പോൾ ഇരുട്ടായതുകൊണ്ട് അദ്ദേഹം സൈലൻ്റായിട്ട് കിടക്കും. കൂടുതൽ ആൾക്കാരെ കാണുകയാണെങ്കിലോ അല്ലെങ്കിൽ വെട്ടം കിട്ടുകയാണെങ്കിലോ അദ്ദേഹം രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ 25 കോഴിക്ക് നഷ്ടപരിഹാരമൊന്നും കിട്ടാൻ പോകുന്നില്ല. പക്ഷേ ഈ അതിഥിയെ നമ്മൾ എന്തായാലും ഇന്ന് തന്നെ ഭദ്രമായിട്ട് നമ്മൾ കാട്ടിലേക്ക് പോകുന്നതുകൊണ്ട് കാട്ടിൽ തുറന്നു വിടും. അത് മാത്രമല്ല, വേറെ വെറുതെ ഈ ജീവിയെ കൊണ്ട് കാട്ടിൽ വിടുന്നതും മറ്റൊരു തരത്തിൽ അവിടുത്തെ പക്ഷികൾക്കൊക്കെ പ്രശ്നമാണ്. കാരണം ഇദ്ദേഹം ഒരു ദിവസം മരത്തിൽ കയറി കിട്ടുന്ന പക്ഷികളെയൊക്കെ കൊന്ന് നല്ല മാംസം കഴിച്ച് ബാക്കി വേസ്റ്റ് വലിച്ചെറിഞ്ഞ് പോകുന്നൊരു വിനോദം നമ്മുടെ കാട്ടുപൂച്ചകളിലുണ്ട്. എന്തായാലും നമ്മൾ റിസ്ക് എടുക്കുന്നില്ല. കാരണം ഒരുപാട് സാധു മനുഷ്യൻ്റെ ഒരുപാട് കോഴികൾ, അല്ലെങ്കിൽ ഈ പാവപ്പെട്ട പ്രിയ സഹോദരൻ്റെ ഒരുപാട് കോഴികളെ പിടിച്ചുകൊണ്ട് ഒരു കാട്ടുപൂച്ചയാണ്. അപ്പോൾ നമ്മളിനി വേറൊരു കൂടിലേക്ക് മാറ്റിയത് ഇപ്പോൾ എന്തായാലും 10,000 പോലത്തെ ഒരു കൂട്, അതായത് എലിയൊക്കെ പിടിക്കാൻ ഉപയോഗിക്കുന്ന, ചൊരപ്പനയൊക്കെ പിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കൂടാണിത്. അപ്പോൾ ഇതത്ര സ്ട്രോങ് അല്ല. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതോടുകൂടി തന്നെ ഈ കൂടോടുകൂടി ചേട്ടൻ്റെ പെർമിഷൻ വാങ്ങിയിട്ട് ഈ കൂടോടുകൂടി തന്നെ ഇതിനെക്കൊണ്ട് കാട്ടി തുറന്നു വിട്ടിട്ട് നമുക്ക് തിരിച്ചു വരുമ്പോൾ, ഞങ്ങൾ എന്തായാലും കാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഈ കൂട് ചേട്ടന് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ റിസ്ക് എടുക്കുന്നില്ല. അപ്പോൾ അതുപോലെ ഇതിനെ പിടിക്കാനായി ഇദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് ഒരു കെണിയാണ്. കെണി നമ്മൾ കോഴിക്ക് കേടൊന്നും വരാതെ ആണ് ഇദ്ദേഹം അത് ട്രാപ്പ് ചെയ്തിരിക്കുന്നത്. കാരണം കോഴിയെ ഒരു അറയിൽ വേറെ സെപ്പറേറ്റ് ഒരു അറയിലാക്കി അദ്ദേഹം സെപ്പറേറ്റ് ഒരു അറയിലാക്കിയതിന് ശേഷം കോഴി അതിനകത്ത് ഇട്ടിരിക്കുകയാണ്. പക്ഷേ അതിനകത്തൂടെ ആ പൂച്ചയ്ക്ക് ഈ കോഴിയെ ഒരിക്കലും പിടിക്കാൻ കഴിയില്ല. പക്ഷേ അത് ഉറപ്പില്ലാത്തൊരു ഇതാണ്. അപ്പോൾ നമ്മളെന്തായാലും അദ്ദേഹത്തെ നമ്മൾ റിസ്ക് എടുക്കുന്നില്ല. നമ്മളെ കൂടിന് വേണ്ടി കൊണ്ടുവന്ന വല നമ്മൾ ഈ മുകളിലത്തെ വലയിൽ കൂടി ഒന്ന് കവർ ചെയ്ത് കെട്ടി, അല്ലെങ്കിൽ നെറ്റ് ഉപയോഗിച്ച് കെട്ടി നമുക്ക് ഭദ്രമാക്കി ഇദ്ദേഹത്തിനെ കൊണ്ടുപോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ റിസ്ക് എടുക്കുന്നത് വെറുതെ ആവും. കാരണം ചാടി പോയാൽ പിന്നെ അദ്ദേഹത്തെ കിട്ടുകയില്ല. പിന്നെ ഒരിക്കലും ഈ ഏരിയയിൽ അവനെ കിട്ടത്തില്ല. പിന്നെ മറ്റേതെങ്കിലും ഒരു ഏരിയയിൽ ഇതുപോലെ കൂടുതലിൽ കയറി കോഴിയെ പിടിക്കുന്ന ഒരു വിനോദം ആക്കി മാറ്റും ഇദ്ദേഹത്തിന്. അപ്പോൾ നമ്മൾ എന്തായാലും സാവകാശം ആ വലയൊക്കെ വെച്ച് ഇതിനെ ഒന്ന് കവർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. നമുക്ക് നോക്കാം നമ്മുടെ കൂട്ടുകാരൻ എത്ര കണ്ട് സൈലൻ്റായിട്ട് കിടക്കുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നമ്മളിപ്പോൾ വല വെച്ച് കണ്ട ഇതിനെ ഇങ്ങനെ കവർ ചെയ്യണം. കാരണം ഇദ്ദേഹം പാവപ്പെട്ട മനുഷ്യൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കഷ്ടപ്പെട്ട് കോഴിയൊക്കെ വാങ്ങിച്ച് വളർത്തി അതിനെല്ലാം കാട്ടുപൂച്ചയ്ക്ക് തീറ്റിക്കായി കൊടുത്തു. വളരെ സന്തോഷം. കാട്ടുപൂച്ച ജിമ്മിൽ പോയി വണ്ണം വെച്ചിരിക്കുകയാണ്. എനിക്ക് പോലും ഇത്രയും ഭാരമില്ല. ചേട്ടൻ്റെ കോഴിയുടെ ഊറ്റമായിരിക്കാം ഈ കാട്ടുപൂച്ച നല്ല സ്മാർട്ടായിട്ടിരിക്കുന്നു.
എന്തായാലും നമ്മുടെ ദൗത്യം നമ്മൾ കുറച്ചു. കാരണം നമ്മൾ അകപ്പെട്ട ഒരു ജീവിയെ നമ്മളിനി മറ്റൊരു കൂട്ടിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നതിന് ചാടിപ്പോയി കഴിഞ്ഞാൽ തുറന്ന സ്ഥലമാണ്, നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ തന്നെ അദ്ദേഹത്തിന് വീടിൻ്റെ ഓണറുടെ തന്നെ തീരുമാനം ഈ കൂട് കൊണ്ടുപോകാൻ പറഞ്ഞു. കൂട് കൊണ്ടുപോയിട്ട് തിരിച്ച് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ നമ്മൾ ആ കൂടിനെ ഒന്ന് സേഫായിട്ടൊന്ന് കെട്ടിയൊക്കെ ഉറപ്പിച്ചുവെങ്കിലും എന്നാലും കുഴപ്പമില്ല. കാറിനകത്ത് ആകുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് ചാടിയാലും കാറിനകത്ത് തന്നെ കിടക്കും, വേറെ കുഴപ്പമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എന്തായാലും നമ്മൾ നമ്മുടെ സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ യാത്രയിൽ ആദ്യമായിട്ടൊരു വള്ളിപ്പുലി അഥവാ കാട്ടുപൂച്ച എന്നറിയപ്പെടുന്ന ജംഗിൾ കാറ്റ് സ്നേക്ക് എന്നറിയപ്പെടുന്ന അതിഥിയെ കണ്ടെത്തുക. പക്ഷേ ഞാൻ ഇതിനു മുന്നേ 11 അതിഥികളെ, ഈ ജംഗിൾ കാറ്റ് എന്നറിയപ്പെടുന്ന വള്ളിപ്പൂച്ച എന്നറിയപ്പെടുന്ന കാട്ടുപൂച്ച എന്നറിയപ്പെടുന്ന അതിഥികളെ ഞാൻ 11 വരെ പിടികൂടി. 11 വരെയും വീട്ടിൻ്റെ റൂമിനകത്തുനിന്നും കോഴിക്കൂടിനകത്തുനിന്ന് വലിയ കോഴിക്കൂടിനകത്തുനിന്നൊക്കെ തന്നെയാണ് പിടികൂടി. ഇതാണ് ഇങ്ങനെ ട്രാപ്പിൽ കിട്ടിയെന്ന ആദ്യത്തെ അതിഥിയാണ് ഇദ്ദേഹം. എന്നാലും ഇദ്ദേഹത്തിന് 10 വയസ്സിലേറെ പ്രായം വരുന്നുണ്ട്. ഇദ്ദേഹം ഞാൻ വിചാരിച്ച് തലയുടെ കെട്ട് കണ്ടപ്പോൾ ഞാൻ തലയുടെ വലിപ്പം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് മെയിലായിരിക്കും, ആണായിരിക്കും. പക്ഷേ ആണല്ല, ഫീമെയിൽ അഥവാ പെൺ ജംഗിൾ കാറ്റ് അഥവാ ഫീമെയിൽ ജംഗിൾ കാറ്റാണ്. എന്നാൽ നമ്മൾ സമയം കളയുന്നില്ല. നമ്മുടെ യാത്ര ഇന്ന് കാട്ടിലേക്ക് നമ്മുടെ അതിഥികളെ തുറന്നു വിടാനുള്ള യാത്രയിലായിരുന്നു ഞങ്ങൾ രാവിലെ. എന്തായാലും ഇന്നത്തെ നമ്മുടെ യാത്ര ഇന്ന് പൂർണ്ണമാവില്ല. നാളെ ഉച്ചയോട് കൂടിയേ നമ്മുടെ കാട്ടിലെ യാത്ര പൂർണ്ണമാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. നമുക്ക് വേണ്ടി പത്തനംതിട്ട ജില്ലയിൽ റാന്നി ഡിവിഷനിൽ ഫോറസ്റ്റിലെ സാറന്മാർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. ഈ അതിഥിയെ നമ്മുടെ നല്ലവരായ നാട്ടുകാർ ഇവിടെ നമ്മുടെ ഇതിനെ കൊല്ലാതെ സംരക്ഷിച്ച അദ്ദേഹത്തിന് നന്ദി പറയണം. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ചിന്തയിൽ തോന്നി അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇദ്ദേഹത്തിനെ ഇപ്പോൾ കൂട്ടിലകപ്പെട്ട കാട്ടുപൂച്ചയെ കൊന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് പ്രകാരം 25,000 രൂപ മുതൽ 50,000 രൂപ വരെ പിഴയും 6 മാസം മുതൽ 3 വർഷം വരെ ജയിൽവാസം അനുഭവിക്കേണ്ട നിയമമാണ്. എൻഡേഞ്ചർ സ്പീഷീസ് പട്ടികയാണ് കാട്ടുപൂച്ചയൊക്കെ. അപ്പോൾ ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു ചിന്ത, ഇദ്ദേഹത്തിന് ആളിനെ വിളിച്ചു കൂട്ടി തല്ലിക്കൊല്ലം 4 മണിക്ക് അകപ്പെട്ട് അദ്ദേഹം സൈലൻ്റ് ആയിട്ട് എൻ്റെ മൊബൈൽ നമ്പറിന് വേണ്ടി അന്വേഷിക്കുകയായിരുന്നു. അവസാനം ഒരു 8 മണിയോടെ അദ്ദേഹം എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ വരാമെന്ന് പറഞ്ഞു. എന്തായാലും നമ്മൾ വന്നു. ഈ 10 വയസ്സിനടുത്ത് 10 വയസ്സിലേറെ പ്രായമുള്ള പെൺ കാട്ടുപൂച്ചയെ സംരക്ഷിച്ച നമ്മുടെ 25 ചിക്കൻ ഫ്രൈ നമ്മുടെ പൂച്ചയ്ക്ക് സമ്മാനിച്ച നമ്മുടെ ചിക്കൻ്റെ ഓണർക്കും കാട്ടുപൂച്ചയുടെ ഓണർക്കും നമ്മൾ നന്ദി പറയുന്നു. നമ്മൾ സമയം കളയുന്നില്ല, പോകുന്നു. നമ്മൾ ഈ അതിഥിയെ തുറന്നു വിടാനായി നമ്മുടെ തൊട്ടടുത്ത ജില്ലയിൽ പത്തനംതിട്ട ജില്ലയിൽ ഗവി റൂട്ടിലേക്ക് യാത്രയാവാം, ആ സ്ഥലത്തേക്ക്. ഈ അതിഥി മാത്രമല്ല, ഒട്ടനവധി അതിഥികൾ നമ്മുടെ കയ്യിൽ ഒരു 250-ലേറെ അതിഥികളുണ്ട്. അവയെല്ലാം നമ്മൾ ഇന്ന് നാളെയുമായിട്ട് കാട്ടിലേക്ക് തുറന്നു വിടുന്നു. ആ യാത്രയിലേക്ക് പോകാം ഇവിടെ നിന്ന് അങ്ങോട്ട്. എന്തായാലും സന്തോഷം. നമ്മൾ വൈകിയാണെങ്കിലും വളരെ വൈകി, കാരണം നമ്മുടെ ഇന്നത്തെ യാത്ര അങ്ങനത്തെ യാത്രകളായിരുന്നു. നമ്മൾ വൈകിയാണെങ്കിലും നമ്മൾ ഉൾവനത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ നമ്മൾ എത്തിയതിൻ്റെ ഉദ്ദേശം മറ്റൊന്നാണ്. കാരണം നമ്മൾ പിടികൂടി, അല്ലെങ്കിൽ നമ്മൾ രാവിലെ തിരിച്ചപ്പോൾ നമ്മളോടൊപ്പം കൂടിയ കുറച്ച് അതിഥികളും അതിൽ വഴി മധ്യേ നമ്മളോടൊപ്പം കൂടിയ 1-2 അതിഥികളെയൊക്കെ തുറന്നു വിടാൻ പറ്റിയൊരു സ്ഥലമാണ് നമ്മളിപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ തുറന്നു വിടാൻ പോകുന്നത് മറ്റാരെയുമല്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ 12 എൻ്റെ കൈകൊണ്ട് പിടിച്ചില്ലെങ്കിൽ പോലും 12ാമത് പിടികൂടുന്ന നമ്മുടെ ജംഗിൾ കാറ്റ് എന്നറിയപ്പെടുന്ന വള്ളിപ്പൂച്ച എന്നറിയപ്പെടുന്ന വള്ളിപ്പുലി എന്നറിയപ്പെടുന്ന കാട്ടുപൂച്ച എന്നറിയപ്പെടുന്ന അതിഥിയാണ്. അതിന് 10 വയസ്സിലേറെ പ്രായം തോന്നിക്കുന്ന നല്ല ഒത്ത മുഴുപ്പുള്ള, സാധാരണ നമ്മുടെ നാട്ടിൽ വളരുന്ന കാട്ടിനേക്കാളും സൈസ് വെക്കുന്ന നാട്ടിലാണ് ഈ കാട്ടുപൂച്ചയും വള്ളിപ്പുലിയൊക്കെ. അപ്പോൾ അത് നല്ല മുഴുപ്പാട്ട് വളർന്ന 10 വയസ്സിലേറെ പ്രായം തോന്നിക്കുന്ന ഒരു ഫീമെയിൽ പെൺ കാട്ടുപൂച്ചയെ നമ്മൾ ഈ സ്ഥലത്ത് തുറന്നു വിടുന്നു. നമുക്ക് കാണാം, നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അദ്ദേഹത്തിനെ ഒന്ന് പരിചയപ്പെടുത്താൻ. അദ്ദേഹം പോകുന്നതും ചാടുന്നതും കുതിക്കുന്നതും ഒക്കെ കടിക്കുന്ന, നമ്മൾ അബദ്ധവശാൽ അദ്ദേഹത്തിനെ ചവിട്ടുകയോ ഉപദ്രവിക്കുകയോ ചെയ്ത് കടിക്കുന്ന, നല്ല സൗണ്ട് ഉണ്ടാക്കുന്ന, നല്ല സൗണ്ടായിട്ട് ചീറ്റുന്ന
നന്നായിട്ട് കടിക്കുന്ന ഒരു അതിഥിയാണ്. എന്തായാലും നമ്മുടെ ഇന്നത്തെ ഡ്യൂട്ടി ഓഫീസറുടെ സാന്നിധ്യത്തിൽ നമ്മളെ ആ അതിഥിയെ നമ്മൾ ഈ സ്ഥലത്ത് ഇപ്പോൾ നമ്മളിവിടെ തുടർന്ന് റോഡിൽ വിട്ടാലേ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് അത് പോകുന്നത് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ റോഡിലാണ് അദ്ദേഹത്തിന് വിടുന്നത്. റോഡെന്ന് പറയുമ്പോൾ കാട്ടിനകത്തുള്ള റോഡാണ്. ഇവിടെ മറ്റ് ഗസ്റ്റുകൾക്ക് വരാനുള്ള പെർമിഷൻ ഇല്ല. ഫോറസ്റ്റ് അധികാരികൾക്ക് മാത്രമേ ഇവിടെ വരാനുള്ള പെർമിഷൻ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്തായാലും ഈ അതിഥിയെ ഇവിടെ തുറന്ന് കാണാം. നമുക്ക് വണ്ടിക്കകത്ത് നമ്മളെ ആ അതിഥിയെ പുറത്തേക്ക് എടുക്കാം. നമ്മളെന്തായാലും നമ്മൾ അവിടെ വെച്ച് കെട്ടിമുറുക്കി ഇദ്ദേഹം പോകാതിരിക്കാൻ വേണ്ടി കെട്ടിമുറുക്കിയ ആ മുറുക്കുകൾ കമ്പി കൊണ്ട് കെട്ടിയ ആ കെട്ടുകൾ നമ്മൾ അഴിക്കുകയാണ്. അദ്ദേഹം ദേഷ്യം വന്നിട്ട് ഇരുമ്പ് കമ്പിയിലൊക്കെ കടിച്ച് അങ്ങ് നല്ല കടി നോക്കും. നമുക്ക് കാണാം. നെയിം വൈൽഡ് കാറ്റ് അഥവാ കാട്ടുപൂച്ച. കിങ്ഡം അനിമാലിയ. ഫൈലം കോഡേറ്റ. ക്ലാസ് മമാലിയ. ഫാമിലി ഫെലിഡേ. ജനസ് ഫെലിസ്. സ്പീഷീസ് ഫെലിസ് സിൽവസ്ട്രീസ്. മാർജാര വംശത്തിലെ ഒരു വന്യ ഇനമാണ് കാട്ടുപൂച്ച അഥവാ കാട്ടുമാക്കാൻ. നാട്ടിലിറങ്ങി വളർത്തുമൃഗങ്ങളെ ഭക്ഷണമാക്കാറുണ്ട്. സ്ഥിരമായി വളർത്തുകോഴികളെ നഷ്ടപ്പെടുന്നതിനെ തുടർന്ന് കോഴിക്കൂട്ടിൽ ഒരുക്കിയ കെണിയിൽ കാട്ടുപൂച്ച അകപ്പെടുകയായിരുന്നു. പ്രദേശത്ത് വളർന്ന കോഴികളെ നഷ്ടമാകുന്നത് പതിവായിരുന്നു. ഈ സാഹചര്യത്തിലാണ് കെണിയൊരുക്കിയത്. മാംസാഹാരപ്രിയരായ കാട്ടുപൂച്ചകൾക്ക് സസ്യാഹാരം ദഹിപ്പിക്കാനുള്ള കഴിവ് കുറവാണ്. മധുരം തിരിച്ചറിയാൻ ഇവയ്ക്ക് കഴിവില്ല. കാട്ടുപൂച്ചകൾ ഒറ്റയ്ക്ക് ജീവിക്കാറുണ്ടെങ്കിലും അധികവും കൂട്ടമായിട്ടാണ് കണ്ടുവരാറുള്ളത്. 30 സെന്റിമീറ്ററോളം നീളമുള്ള വാലാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇതിന്റെ രോമത്തിന് മഞ്ഞ കലർന്ന ചാര നിറമാണ്. ശരീരത്തിന്റെ മിക്കഭാഗത്തും കുറുകെയുള്ള ഇരുണ്ട വരകൾ കാണപ്പെടുന്നു. പുറത്തുകൂടി താഴേക്ക് കറുത്ത നാട പോലെ തോന്നിക്കുന്ന ഒരു വരയുമുണ്ട്. വാലിൽ മുഴുവൻ കറുത്ത വലയങ്ങൾ കാണപ്പെടുന്നു. വാലിന്റെ കൂർത്തതല്ലാത്ത അഗ്രം നല്ല കറുപ്പ് നിറത്തിലായിരിക്കും. കാഴ്ചയിൽ നല്ല കരുത്തും ക്രൗര്യവും തോന്നിപ്പിക്കുന്ന ഈ ജീവി പൂർണ്ണമായും രാത്രി സഞ്ചാരപ്രിയരാണ്. വൃക്ഷശാഖകൾ തുടങ്ങുന്നിടത്ത് ചുരുണ്ടിരുന്നോ മരക്കൊമ്പുകളിൽ കിടന്നോ ആണ് ഇത് പകൽ സമയം കഴിച്ചുകൂട്ടുന്നത്. രാത്രിയാകുന്നതോടെ ഇര തേടാൻ ഇറങ്ങുന്നു. ഇരതേടൽ പ്രക്രിയ സാധാരണ പൂച്ചകളുടേതുപോലെ തന്നെയാണെങ്കിലും നിശബ്ദ ചലനത്തിലും അവസാന ചാട്ടത്തിന്റെ അതിവേഗത്തിലും കാട്ടുപൂച്ച നാട്ടുപൂച്ചയെ വെല്ലുന്നു. മനുഷ്യനെയും നായ്ക്കളെയും സംബന്ധിച്ചിടത്തോളം ഒരുപോലെ അപകടകാരിയാണ് ഇവ. യാതൊരു പ്രകോപനവും കൂടാതെയാണ് ഇത് ആക്രമിക്കുന്നത്. മുറിവ് പറ്റിക്കഴിഞ്ഞാൽ ഉജ്ജ്വല രോഷത്തോടെ സുരക്ഷയ്ക്ക് ശ്രമിക്കുന്ന ഈ ഇനം കാട്ടുപൂച്ചയിൽ നിന്ന് രക്ഷപ്പെടുക അത്ര എളുപ്പമല്ല. ഇണചേരലിന് കാലമാകുന്നതോടെ ആൺപൂച്ച താരതമ്യേന ശാന്തനായി കാണപ്പെടുന്നു. വസന്തകാലം ആരംഭത്തോടെയാണ് ഇണചേരൽ. 2 മാസം നീണ്ടു നിൽക്കുന്ന ഗർഭകാലത്തിന്റെ അവസാനത്തോടെ പെൺപൂച്ച 3-4 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നു. എന്തായാലും നമ്മുടെ വഴിമധ്യേ നമുക്ക് കിട്ടിയ അതിഥിയെ നമ്മൾ ക്യാച്ചിങ്ങിന് വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ടില്ലെങ്കിൽ അദ്ദേഹത്തിനെ സംരക്ഷിക്കേണ്ട ചുമതല നമുക്കുള്ളത് കൊണ്ട് നമ്മളും നമ്മുടെ റാന്നി റാപ്പിഡിലെ നമ്മുടെ ഗോപി സാറുമായിട്ട് ചേർന്ന് നമ്മളിതിനെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഒരു കുഴപ്പമില്ലാന്ന് ഉറപ്പുവരുത്തി നമ്മുടെ ഈ പെൺ കാട്ടുപൂച്ചയെ അല്ലെങ്കിൽ ഫീമെയിൽ ജംഗിൾ കാറ്റിനെ തുറന്നു വിടുകയാണ്. ഇത് കടിക്കുന്ന ഒരു സാധനമാണ്. ഇത് പോകുന്നത് നമുക്ക് കാണാം. ഒരു കാരണവശാലും നമ്മുടെ പ്രേക്ഷകർ ഇത് അനുകരിക്കുന്നത് അപകടമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, സ്നേക് മാസ്റ്റർ, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ഇമെയിൽ kaumudi.tvsnakemaster@gmail.com. പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9387974441.